ഇതിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ഞാനാണ് ഇതിന്റെ ഉത്തരവാദി, ഞാൻ പരിഹരിക്കാന്നാ പറയേണ്ടത്. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ആരോഗ്യവകുപ്പ്. ഇത് ഒരു അഭിപ്രായങ്ങൾ കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ഈ മന്ത്രിദ്വയങ്ങളും അടവുഴക്കാനുള്ള രീതിയിലേക്ക് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളവരും. ഇവരാരും സ്വന്തം കാര്യത്തിൽ പറഞ്ഞതല്ല. ഒരു ആലോചിച്ച് നോക്കണം, കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് കേരളത്തിൽ മുഴുവൻ ജനത നിൽക്കുകയാണ്. എനിക്ക് അതിനകത്ത് വിഷമമുണ്ട്. ഒരു വനിതയാണ്, ഒരു നേതാവാണ്, ഒരു കഴിവുള്ള സ്ത്രീയാണ്. പക്ഷെ CPM അവരെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജിൽ കിടന്ന രോഗിയെ പുഴുവരിച്ച സംസ്ഥാനമാണ്. ഒരു കട്ട് രണ്ടുപേരെ കിടത്തുകയാണ്. ഇത് ആരോട് പറയും? ഇവര് ഡിപ്പാർട്ട്മെന്റിനകത്ത് ചർച്ച ചെയ്താൽ മതി എന്ന് ഇവര് 4.25 വർഷം മുമ്പ് പറയേണ്ടിയിരുന്നതാണ്. അതിന് സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. സംവിധാനം ഉണ്ടാക്കാതെ ആരോഗ്യവകുപ്പിനെ ഭരിച്ച് നശിപ്പിച്ച് ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ്, ഡോക്ടറാണ്. എന്റെ ഫോൺ നമ്പറുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെപ്പോലെ എത്ര പേര് ഡോക്ടർമാർ ബുദ്ധിമുട്ടാണെന്നറിയാവും. സൗകര്യങ്ങളില്ല. ആളുകൾ വിളിക്കുന്നത് ഒരു കട്ടിലൊപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടാണ്. മെഡിക്കൽ കോളേജിൽ തറയെ കിടക്കുകയാണ്, 80,000 രൂപയാണ് വിളിക്കുന്നത്. ഒരു കട്ടില് പറഞ്ഞ് ഒപ്പിച്ചു തരുമെന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ പറയുന്ന ആളിനെ പിടിച്ച് കട്ടിക്കിടത്തിയ വേർത്തും തറയിലാവും. എന്ത് ചെയ്യാൻ പറ്റും? നാട് നീളെ പിരിവാണ് ആൾക്കാർക്ക് ആശുപത്രി ബില്ലടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്. മെഡിക്കൽ കോളേജിൽ വരുമ്പോഴത്തേക്ക് കാലൊടിഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കാലിനകത്തുള്ള കമ്പി 25,000 രൂപയ്ക്ക് പുറത്തേക്ക് കൊടുക്കുകയാണ്. സ്കീമെന്നാണ് പേര്. അവൻ പുറത്തുനിന്ന് വാങ്ങിച്ച് കമ്പി ഇടുകയാണ്. അവർ നിന്നലയ്ക്കാണ് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നത്. ഇത് സർക്കാരിന്റെ ഫീസിലാണ്. റിപ്പോർട്ട് വരുമ്പോൾ സർക്കാരിന്റെ സ്കീമിന് ചേർന്നതാണ്. ഇത് ആരുടെ വായടപ്പിക്കാന്നാണ് നമ്മൾ ഇവിടുത്തെ ദുഃഖരഹസ്യമല്ലാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർമാർ സംസാരിക്കണം. ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ തൊട്ട് ആരോഗ്യരംഗത്ത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ ഞാൻ ആഹ്വാനം ചെയ്യുന്നത് സംസാരിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥി രംഗത്ത് തൊട്ട് ലീഡർഷിപ്പിലേക്ക് ആളാണ്. ഇപ്പോൾ നേതൃത്വ രംഗത്തുള്ള ആളാണ്. ഒരു ഉമ്മക്ക് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം പറയുന്നവരോട് പറയാം. രാഷ്ട്രീയം പറയുന്നയാൾ ഉപദ്രവിക്കുമെന്ന് പറയാം. അത് എന്തുകൊണ്ട് ചെയ്തോട്ടെ. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഇത് തൊഴിലാളിയുടെ സർക്കാർ എന്നാണ് ഇവരുടെ പേര്. എന്താണ് ഇപ്പൊ ഹാരിസ് സംസാരിച്ചിട്ട് എന്താണ് ഉണ്ടായത്? പ്ലെയിനിൽ സാധനം വന്നെന്നല്ലേ പറയുന്നത്. സത്യമാണെങ്കിൽ കള്ളമാണെങ്കിൽ. പക്ഷെ വ്യത്യാസം വന്നില്ലേ? കേരളത്തിലെ ആരോഗ്യരംഗത്ത് രീതികൾക്കൊരു വ്യത്യാസം വരുത്താൻ അയാൾക്ക് കഴിഞ്ഞില്ലേ? ഇതിന് മുമ്പിരുന്ന പ്രൊഫസർ പറഞ്ഞിരുന്നില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതിന് ഗ്യാസ്ട്രോ, ഒരു ഉദാഹരണം പറയാണ്, ഗ്യാസ്ട്രോ എൻട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ വയറ്റിന്റെ അസുഖം കാണിക്കാൻ വരുന്ന ക്യാൻസർ വരെ വയറ്റിനകത്തെ. അതിന് 13 പോസ്റ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞെടുക്കാൻ മെഡിക്കൽ കോളേജുകളിൽ. ഡോക്ടർമാർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാർ വരുന്നില്ല. വരുന്നവനെതിരെ നടപടി എടുക്കുമെന്നാ പറയും. മനുഷ്യര് വളരെ സാമൂഹ്യ ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഓഫർ ചെയ്ത് സ്വകാര്യ മേഖല നിൽക്കുമ്പോൾ ചെറിയ വരുമാനത്തിലാണ് ഡോക്ടർമാർ ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നവർ ശമ്പളം കേട്ട പാവം തോന്നും. അതിന് തയ്യാറാകുന്നവൻ സാമൂഹ്യ പ്രതിപക്ഷമുള്ളവനാണ്. അവനെയാണ് വരുന്നത്. മനുഷ്യർ വരാത്ത ഡോക്ടർമാർ, കഴിവുള്ളവൻ വരാത്ത മേഖലയായി മെഡിക്കൽ കോളേജൊക്കെ മാറുകയാണ് പതുക്കെ. പലയിടത്തും ആളില്ല. 700-800 ഔട്ട് പേഷ്യൻസ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ദിവസം കണക്കാ പറയുന്നത്. 2-3 ഡോക്ടർമാർ വെച്ചാണ് നോക്കുന്നത്. ഇവരെങ്ങനെ മനുഷ്യരുടെ പേര് ചോദിക്കണമെങ്കിൽ വേണ്ട 800 പേർക്ക് 800 സെക്കൻഡ് വേണ്ടേ, അല്ലെ 800 മിനിറ്റ് വേണ്ടേ അവനോട് കാര്യം ചോദിക്കണമെങ്കിൽ? ഇത് യഥാർത്ഥത്തിൽ കേരളം അനുഭവിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ മുഴുവൻ ജനങ്ങളെ ഇത് മറുവശത്ത് നിർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി ഒറ്റപ്പെടുകയാണ്. അവരോട് സാധാവും ഒരു CPM-ന് വേണ്ടി അവർ ചെയ്യുന്നതാണ്, അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ആരോഗ്യമന്ത്രി ഇടുന്ന പോസ്റ്റ് താഴെ പോലും ജനങ്ങൾ വന്ന് ശത്രുക്കളെ പോലെ അവരോട് ശത്രുതയല്ലേ വേണ്ടത്. അവർക്ക് ഭരണപരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. അവര് സാധാരണ സ്ത്രീയാണ്. പൊതുപ്രവർത്തക രംഗത്ത് നിൽക്കുന്ന സ്ത്രീയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട. അവർക്ക് പറ്റുന്നൊരു വകുപ്പാണ് ചിലപ്പോൾ അവർ ശോഭിക്കുകയും ചെയ്തേനെ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ്. 50,000-ലധികം സ്റ്റാഫുണ്ട്. പിന്നെ ആശാ വർക്കർമാര്, അംഗൻവാടി വർക്കർമാർ, ഇങ്ങനെ വലിയ സമൂഹത്തിന് ചുറ്റുമുണ്ട്. ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന വലിയ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പറയാം കേരളത്തിലെ. അതിന് സംവിധാനങ്ങളാണ് വേണ്ടത്, അതിന് നേതൃത്വമാണ് വേണ്ടത്. 4.25 വർഷമാകുമ്പോൾ ഇനി എല്ലാവരും മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സ്കൂളിൽ ക്ലാസ്സിൽ അധ്യാപകം ഇല്ലാത്തപ്പോൾ മറ്റേ ലീഡറോട് പേര് എഴുതാൻ പറഞ്ഞ് വരുത്തുന്ന പോലെ എന്ത് നടക്കത്. പ്രൈമറി സ്കൂൾ ലെവലിലോട്ട് പോവാം. ആളുടെ അഭിപ്രായം പറയണം. കേരള അഭിപ്രായമുള്ള നാടാണ്. ഈ പറയുന്ന മന്ത്രിമാരെല്ലാം കോലം കത്തിക്കാനും മറ്റേ ഈ പറയുന്നവരെല്ലാം സെക്രട്ടറിന് മുന്നിൽ, ജലബീരങ്കിയുടെ മുന്നിൽ വേളം വെച്ചവരാണ്. ഡോക്ടർമാരെന്തായാലും അസംബ്ലിയിൽ കയറി കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിക്കുന്നില്ലല്ലോ, അവിടുത്തെ മേശ അടിച്ച് വിളിക്കുന്നില്ലല്ലോ, അവിടെ താണ്ഡവം നടത്തുന്നില്ലല്ലോ. അഭിപ്രായം പറയുകയാണ്. പറഞ്ഞ രോഗികൾക്ക് വേണ്ടി ഒരൊറ്റ ഡോക്ടർ പറഞ്ഞത് അവരുടെ ശമ്പളത്തെ പറ്റിയല്ല. ഇതൊരു ധിക്കാരമാണ്, ഇത് അബദ്ധമാണ്. അഭിപ്രായം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിപ്രായത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും. അതിന്റെ ഇതിലെല്ലാം ഒലിച്ചു പോകും. ഈ അത്ര ഞാൻ വികാരത്തോടെ സംസാരിക്കുന്നത്.
41 വർഷമായിട്ട് ആരോഗ്യം നിൽക്കുന്ന ഒരാളാണ്. ഒരു സർക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ചട്ടലംഘനം പാടില്ല, ഈ യഥാർത്ഥമാണ്, പാടില്ല. പക്ഷേ ഈ അസംബ്ലിയിൽ കയറി കസേര ചവിട്ടി പൊട്ടിക്കുന്നതും കമ്പ്യൂട്ടർ അടിച്ച് പൊടിക്കുന്ന ഏത് ചട്ടം അനുസരിച്ചാണ്? ഡോക്ടർ എസ് ലാസ, അതാണ് ചോദ്യം. ഈ ചട്ടലംഘനം നടത്തിയിട്ടാണെങ്കിലും വിവരങ്ങൾ പുറത്തറിയണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഡോക്ടർമാർ ഇത് പറയുന്നത്. അപ്പൊ അത്രമാത്രം ഗുരുതരമാണോ സ്ഥിതി? അത്രമാത്രം, എന്റെ സുഹൃത്ത്, അത്രമാത്രം ഗുരുതരമാണ്. ഞാനൊരു പൊതുപ്രവർത്തകയാണ്. എനിക്ക് വരുന്ന ഫോൺ മുഴുവൻ ആളുകൾ ഒരു കട്ടിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റും MLA ഒക്കെ വിളിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കട്ടിൽ ഒപ്പിച്ചു കൊടുക്കാവോ? രണ്ടുപേര് കിടക്കാണ്, തറയിൽ കിടക്കുന്ന 80,000 വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇവർക്ക് ജീവന്റെ കൊതിയുള്ളവർ എവിടെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാറ്. ഇത് പറയുമ്പോൾ പറയും നമ്മൾ നമ്പർ 1 കരുതേച്ച് കാണിക്കുക. ഈ മന്ത്രി പരിഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വാ തുറക്കരുന്നാ പറയും. നമ്മളൊരു സാധനം ചെയ്യുകയാണെങ്കിൽ ഉണ്ട്, ചെയ്യുന്നതിന് മൂടി വയ്ക്കാൻ നോക്കുകയാണ്. ചീഞ്ഞ നാറും, കൈ നിൽക്കില്ല. നമുക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉച്ചവയ്ക്കുന്നത്. ഞാൻ എൻ്റെ കാലിന് ഒരു ഒടിവുണ്ടായിട്ട് ഞാൻ പോയി പ്രൈവറ്റ് ആശുപത്രി, ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ സുഹൃത്തുക്കളാണ് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ തലവന്മാർ. അവരും പറഞ്ഞാൽ കൂടി ചെല്ലണ്ടെന്നാണ്. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ വൃത്തിയില്ല. നമ്മൾ പോയാൽ നമ്മളുടെ തിരക്കുണ്ടാക്കും. എന്തിനാ അച്യുതാനന്ദൻ അദ്ദേഹത്തെ എവിടെ കിടത്തിയത്? നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അവര് അതല്ലേ പറയേണ്ടത്. അച്യുതാനന്ദന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പ്രൈവറ്റ് കിടത്തിയാണ്. അപ്പം വാമൂടിക്കെട്ടി പ്രശ്നം തീരുവോ? ശരി, നന്ദി എസ് ലാൽ. ഈ വാർത്തകൾ പ്രതികരിച്ചതിന് ഷിജോയിലേക്ക് വീണ്ടും. ഷിജോ, ഡോക്ടർ എസ് ലാലിലൂടെ ചൂണ്ടിക്കാട്ടുന്ന അത്ര ഗുരുതരമാണോ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നങ്ങൾ? അജിത്ത്, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉണ്ടാവും. അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം കൂടി ആയതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയത്തോടു കൂടിയുള്ള മറുപടികൾ അദ്ദേഹം പറയുന്നത്. പക്ഷേ ആരോഗ്യ സംവിധാനം, കേരളത്തിലെ പൊതുജനാരോഗ്യം ഒട്ടും മോശമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം തന്നെയാണ് കേരളത്തിലുള്ളത്. പക്ഷേ ചില പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുണ്ട്. പക്ഷേ അത് ഇത്തരത്തിൽ തുറന്നു പറഞ്ഞ് അതിനെ കൂടുതൽ വികൃതമാക്കുന്ന നടപടികളിലേക്ക് വകുപ്പ് മേധാവിമാർ പോയാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആരോഗ്യ വകുപ്പിനെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഉള്ള പ്രശ്നങ്ങളെ അത് കൃത്യമായിട്ട് കണ്ടെത്തി അത് പരിഹരിക്കാൻ ഇടപെടൽ നടത്തേണ്ടതിന് പകരം ഇങ്ങനെ ഇത്തരത്തിലുള്ള തുറന്നുപറച്ചിൽ നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയാൽ അത് കൈവിട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വകുപ്പ് മേധാവിമാർക്ക് ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് എല്ലാ വകുപ്പിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ള മറുപടിയാണ് ഇതിന്റെ മേൽത്തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടത് എന്താണ്? കൂട്ടായിട്ടുള്ള ഒരു ഇടപെടൽ, കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. അതല്ലാതെ സമൂഹ മാധ്യമത്തിലൂടെ ഒരു സിസ്റ്റത്തെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ കുറ്റം പറയുമ്പോൾ ആ സംവിധാനം മൊത്തത്തിൽ അത് വലിയ തകരാറിലാണ് എന്നുള്ള പ്രതീതി പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ എന്തൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ കുറ്റങ്ങൾ, പാളിച്ചകൾ ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടല്ലേ പരിഹരിക്കപ്പെടുക. അതായത് രഹസ്യമായി പറഞ്ഞിട്ട് പരിഹരിച്ചില്ലെങ്കിൽ തുറന്നു പറഞ്ഞ് പരിഹരിക്കുക. അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോവുക.